ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2024 പുറത്തിറങ്ങിയ പ്രേമല്ലോ എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോയുടെ പേര് രവി എന്നാണ്. ഇപ്പോൾ ഹീറോയുടെ കയ്യിൽ ഒരാളുടെ ആധാർ കാർഡ് ഉണ്ട്. അതുപയോഗിച്ച് അവൻ അയാളുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കുകയാണ്. അവൻ വീട്ടിലില്ല, കുളത്തിൽ കുളിക്കാൻ പോയതാണെന്ന് അവർ പറയുന്നുണ്ട്. ഉടനെ കുളത്തിനരികിലേക്ക് പോകാമെന്ന മട്ടിൽ അവനും ആ സ്ഥലത്തേക്ക് വരികയാണ്. ഇതാണോ നിന്റെ പേര് എന്ന് ചോദിക്കുന്നുണ്ട്. കുളിച്ചുകൊണ്ടിരിക്കുന്നവൻ അതെ എന്ന് പറയുന്നു. അവൻ അതെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഹീറോ വേഗത്തിൽ അടുത്ത് ചെന്ന് അവനെ അടിക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ അവനെ ഒരിടത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവനും ഹീറോ ആരാണെന്ന് കാണുന്നത്. നീയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ ഷോക്കായിരിക്കുകയാണ്. ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് ഹീറോ അവനെ ഭയങ്കരമായി അടിക്കുകയാണ്. അവനെ വെട്ടി മുറിവേൽപ്പിച്ച് അവൻ്റെ ശരീരത്തിൽ മുളകുപൊടിയെല്ലാം ഇടുന്നു. അവൻ വേദന കൊണ്ട് പൊളയാണ്. ഇവൻ്റെ ഫോണിൽ നിന്ന് മറ്റുള്ളവരെ കണ്ടെത്തണമെന്ന് ഹീറോ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഇവൻ്റെ ഒരു സുഹൃത്തിനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തിന് വയ്യാതെ താഴെ വീണ് കിടക്കുകയാണ്, വന്ന് കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറയുന്നുണ്ട്. അവനും ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിക്കുകയാണ്. രാവിലെ ഹീറോ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. ഒരു വിവരമാണ് പറയുന്നത്. അത് കേട്ട ഉടനെ ഹീറോ ഭീകരമായി ഷോക്കാവുന്നു. ഇപ്പോൾ വേഗത്തിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ആ സ്ഥലത്ത് ഹീറോയിൻ്റെ അച്ഛൻ ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. ഹീറോ വന്ന ഉടനെ അദ്ദേഹം ഹീറോയെ ഭയങ്കരമായി അടിക്കാൻ തുടങ്ങുന്നു. അടിക്കുന്ന ആളുടെ പേര് ഈശ്വർ എന്നാണ്. എന്തിനാണ് നീ എൻ്റെ മോളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടാണ് അടിക്കുന്നത്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈശ്വർ ഒരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോയിൽ ഹീറോയിനോട് വളരെ മോശമായി പെരുമാറുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇപ്പോൾ വളരെ സീരിയസ് കണ്ടീഷനിലാണ് എന്നൊക്കെ ഈശ്വർ പറയാണ്. ഹീറോ എന്ത് ചിന്തിച്ചെന്നറിയില്ല, വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പോഴാണ് ഈശ്വറിന്റെ ബോസ് അവിടേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് രംഗ എന്നാണ്. രംഗയോട് ഈശ്വർ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തു പറഞ്ഞു എന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇതെല്ലാം കേട്ട് രംഗ ഷോക്കാവുന്നു. ആ രവിയെ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഹീറോയെ വെറുതെ വിടില്ല എന്ന്. ഈശ്വറിന്റെ അടുത്ത് നിന്ന് ഹീറോ ഓടിപ്പോയെന്ന് കാണിച്ചില്ലേ, അങ്ങനെ ഓടി വന്നിട്ടാണ് ആദ്യത്തെ ആളെ കൊല്ലുന്നത്. ആദ്യത്തെ ആളിലൂടെ രണ്ടാമത്തെ ആളെ ഒരു സ്ഥലത്തേക്ക് വരുത്തുന്നു. അവനും സുഹൃത്ത് എവിടെയെന്ന് പറഞ്ഞ് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ പെട്ടെന്ന് അടുത്ത് വന്ന് ആക്രമിക്കുന്നു. അവന്റെ കഥയും അവിടെ കഴിയാണ്. അവൻ മരിക്കുന്നത് ഹീറോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ കാണിക്കുകയാണ്. ഹീറോ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യാണ്. ആരെങ്കിലും വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ ആ ജോലിയും ചെയ്യും. ഇപ്പോൾ അവൻ വീടിന് പുറത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഒരു ചെറിയ കുട്ടി വരുന്നുണ്ട്. ആ കുട്ടിക്ക് ഇവൻ മുമ്പ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടും കേൾക്കാതെ ഇഞ്ചക്ഷൻ വെച്ചില്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ കുട്ടി ഇവൻ മുഖത്ത് സോപ്പ് തേക്കുമ്പോൾ ബക്കറ്റ് തള്ളി മാറ്റി വെക്കുന്നു. ഇവൻ ബക്കറ്റ് എവിടെയെന്ന് നോക്കുകയാണ്. ഞാനാണ് തള്ളി മാറ്റിയതെന്ന് പറഞ്ഞ് ആ പയ്യൻ കളിയാക്കുകയാണ്. കളിയാക്കാതെ താ എന്ന് പറയുന്നുണ്ട്. ആ പയ്യൻ കൊടുക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ ബക്കറ്റ് എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് ആ പയ്യന്റെ കയ്യിൽ പിടിക്കുന്നു. എന്നാൽ പയ്യന്റെ കൈക്ക് പകരം ഒരു പെൺകുട്ടിയുടെ കയ്യിലാണ് പിടിക്കുന്നത്. ആ പെൺകുട്ടിയാണ് സഹായിക്കാൻ വേണ്ടി ബക്കറ്റ് നീക്കി വെച്ചത്. ഇവൻ ആ പെൺകുട്ടിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അവരൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അവർ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി വേഗത്തിൽ പുറത്തേക്ക് ഓടി വരുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടി പോയിരുന്നു. ഇപ്പോൾ ഹീറോയെ ഒരാൾ ഫോണിൽ വിളിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഇഞ്ചക്ഷൻ വെക്കണം, വീട്ടിൽ പോയി വെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരി സാർ, ഞാൻ വെക്കാം എന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുന്നുണ്ട്. ഹീറോയുടെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ശരീരവേദന കാരണം വീട്ടിൽ വന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ നിങ്ങൾക്കും കൂടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛാ, കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഒരാളുടെ ഭാര്യയ്ക്ക് ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞില്ലേ, അവരെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. വേദനിക്കാതെ വെക്കണം എന്നവർ പറയുന്നുണ്ട്. വേദനിക്കാതെ വെക്കാമെന്ന് പറഞ്ഞ് ഇവൻ നന്നായി ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. ഇവനൊരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് വരുന്നുണ്ട്. അവിടെ മുതലാളിയുടെ മകനുണ്ട്. എപ്പോഴും ട്രോൾ വീഡിയോ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ഇവനും ആ പയ്യനോട് ജോളിയായി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയുടെ ഒരു സുഹൃത്തിനെ കാണിക്കുന്നുണ്ട്. അവനൊരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ്. ഇപ്പോൾ എല്ലാവരുടെയും കൂടെ ചേർന്ന് ജോളിയായി ഡാൻസ് കളിക്കുന്നു. ആരും ഫീസ് ശരിയായി തരുന്നില്ല. എന്തായാലും ശരിയായി ഫീസ് തരാത്തത് എന്ന് അസിസ്റ്റന്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പെൺകുട്ടി മാത്രം ഈ മാസത്തെ ഫീസ് എന്ന് പറഞ്ഞ് തന്നിട്ട് പോവാണ്. ഇത് വെച്ച് മദ്യപിക്കാം എന്നവൻ അസിസ്റ്റന്റിനോട് പറയുന്നു. ഇപ്പോൾ അസിസ്റ്റന്റും ഇവനും ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഹീറോയുടെ ഒരു സുഹൃത്താണ്. വേറൊരാൾ കൂടി സുഹൃത്തായിട്ടുണ്ട്. അയാളുടെ പേര് വിഷ്ണു എന്നാണ്. ഇപ്പോൾ വിഷ്ണു അവിടേക്ക് വന്ന് നിൽക്കുകയാണ്. വാടാ മദ്യം കഴിക്കുക എന്ന് പറഞ്ഞ് ഇയാൾ വിളിക്കുന്നു. ഇല്ലില്ല, ഞാൻ ഹീറോയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ വന്നതാണ് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഹീറോ അവിടേക്ക് വരുന്നു. എൻ്റെ കയ്യിൽ ഇത്രേ കാശുള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആ വിഷ്ണു ഗേൾഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടിയാണ് ഹീറോയുടെ കാശ് വെച്ചത്. മുമ്പും ഹീറോ ഒരുപാട് കാശ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സുഹൃത്ത് എന്തിനാണ് അവൻ ചോദിക്കുമ്പോഴെല്ലാം കാശ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളല്ലാതെ അവന് വേറെ ആരുണ്ട്, അതുകൊണ്ടാണെന്ന് ഹീറോ മറുപടിയും പറയുന്നു. ഹീറോ വളരെ നല്ലൊരു ടൈപ്പാണ്. നിന്റെ നല്ല മനസ്സിന് നീ നന്നായി വരും എന്നൊക്കെ ഈ സുഹൃത്തും പറയുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോ ഹീറോയിനെ അതേപോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു.
ഹീറോയിൻ ബൈക്കിൽ വരുന്നത് കണ്ട് മനഃപൂർവ്വം കുളിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. ഇപ്പോഴും ആ പയ്യൻ തന്നെയാണ് ബക്കറ്റ് തള്ളി മാറ്റിയതുപോലെ അഭിനയിക്കുന്നത്. ഇപ്പോഴും അവർ തന്നെ ബക്കറ്റ് എടുത്തുകൊണ്ട് വയ്ക്കുന്നു. ഇവൻ പെട്ടെന്ന് കയ്യിൽ പിടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇത്തവണ ശരിക്കും ആ പയ്യൻ തന്നെയാണ് വെച്ചത്. ഹീറോയിൻ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എന്താ ആ പെണ്ണ് വെക്കുമെന്ന് കരുതിയോ എന്നാ ചെറിയ പയ്യൻ ചോദിച്ച് കളിയാക്കുന്നു. നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പോടാ എന്ന് പറഞ്ഞ് ഇവൻ ആ പയ്യനെ ഓടിച്ചു വിടുന്നു. ഇപ്പോൾ സ്ഥിരമായി ഇവന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ ഹീറോയിനും സുഹൃത്തും ഇവന്റെ കടയിൽ മരുന്ന് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഹീറോയ്ക്ക് ഹീറോയിനെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. സുഹൃത്ത് വിചാരിക്കുന്നത് ഇവൻ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ്. അതെങ്ങനെ പെൺകുട്ടികളോട് സംസാരിക്കാൻ നിങ്ങൾ എല്ലാവരും ഈ ഡയലോഗ് തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ കളിയാക്കാണ്. നീ വണ്ടി കയറ്, നമുക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. രംഗ എന്നൊരാളെ കാണിച്ചില്ലേ, അയാൾ പച്ചക്കറി ബിസിനസ് ചെയ്യാണ്. അതേസമയം വിശ്വസിച്ച് വരുന്നവരെ കഴിയുന്നത്ര സഹായിക്കും. ഒരാളുടെ മകളെ ഒരു പയ്യൻ ചതിക്കുന്നുണ്ട്. ആ പയ്യൻ പെൺകുട്ടിയുടെ മോശം വീഡിയോ എടുത്ത് അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഇതേക്കുറിച്ച് രംഗയോട് പറയാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. രംഗ ഞാൻ നോക്കിക്കോളാം എന്നും പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് രംഗയുടെ ആളുകൾ ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ പയ്യനെ ഭയങ്കരമായി അടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഡിലീറ്റും ചെയ്യിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് കണക്ക് എഴുതാൻ 2 പേര് ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് ഈശ്വർ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം എന്ന് രംഗ പറയുന്നുണ്ട്. മറ്റേയാൾ എനിക്ക് 2 ആൺമക്കളാണ്, ഈശ്വരനാണ് 2 പെൺമക്കൾ, അവനാണ് സഹായം ആവശ്യം വരിക എന്ന് പറയുന്നു. ഇത് കേട്ട് ഈശ്വർ ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. എൻ്റെ 2 പെൺമക്കളും അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് 2 ആൺമക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മക്കൾ അടി വാങ്ങുന്ന അവസ്ഥ വരാതിരിക്കട്ടെ, കുറച്ചൊന്ന് ശ്രദ്ധിച്ചോ എന്ന് ഈശ്വറും പറയുന്നു. ഇത് കാരണം ആ വ്യക്തി ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിന്റെ വീടാണ് കാണിക്കുന്നത്. ഹീറോയിന് ഒരു അനിയത്തിയുണ്ട്. ആ അനിയത്തിക്ക് സ്ഥിരമായി ഒരു മരുന്ന് കഴിക്കണം. ആ മരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ പെട്ടെന്ന് കഴിക്കണം എന്ന് വിചാരിക്കുകയാണ്. ആ മരുന്ന് കൊടുക്കാൻ വരുന്നത് ഹീറോയാണ്. അനിയത്തി കാശെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ അവിടെ ചേച്ചി ഇരിക്കുന്നത് കാണുന്നത്. അവന് പ്രണയം ആയതുകൊണ്ട് ഒരുപാട് നേരം കാണാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വെള്ളം വേണം എന്ന് അനിയത്തിയോട് ചോദിക്കുന്നു. അവൾ വെള്ളം എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുകയാണ്. ഇവൻ ഒരുപാട് നേരം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവിടേക്ക് വരുന്നു. മരുന്ന് തന്നില്ലേ, ഇനി പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ഹീറോയെ പറഞ്ഞയക്കുന്നു. ഹീറോ കുറച്ചു നാൾ മുമ്പ് ഒരു കടയിൽ നിന്ന് സ്ഥിരം ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു റിവ്യൂ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ഇവൻ കുറച്ച് കോമഡിയായി സംസാരിച്ചത് കാരണം എല്ലാവരും ട്രോളും ചെയ്യുന്നുണ്ട്. നിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നത് എന്ന് പറഞ്ഞ് മുതലാളിയുടെ മകൻ ആ വീഡിയോ കാണിക്കുന്നു. നീ നന്നായി റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ക്യാമറയൊന്നുമില്ലല്ലോ എന്ന് ഹീറോയും പറയാണ്. എൻ്റെ കയ്യിൽ ക്യാമറയുണ്ട്, ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് കുറച്ച് കാശ് കിട്ടും എന്നും പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ഹീറോ സമ്മതിക്കുകയാണ്. ഹീറോയ്ക്ക് അത്യാവശ്യം ഫുഡ് വ്ളോഗൊക്കെ കിട്ടുന്നുണ്ട്. അതുവഴി ഒരുപാട് കടകളിൽ പോയി ഭക്ഷണം കഴിച്ച് റിവ്യൂ ചെയ്യുന്നുമുണ്ട്. ചാനൽ അത്യാവശ്യം നന്നായി പോകുന്നുമുണ്ട്. ഗവൺമെന്റ് എക്സാമിന് പഠിക്കുന്ന ഒരു സെന്ററിലാണ് ഹീറോയിൻ പഠിക്കുന്നത്. അവിടെയുള്ള മറ്റു കുട്ടികളോട് ഹീറോയിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഹീറോയിന്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഹീറോയിന്റെ പേര് പ്രശാന്തി എന്നാണ്. വേറൊരു ദിവസം ഹീറോ സുഹൃത്തിന്റെ കൂടെ നടന്നു വരാണ്. ഹീറോയിൻ സുഹൃത്തിന്റെ കൂടെ ഒരു കടയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ക്യാമറ എടുത്ത് വേഗത്തിൽ അടുത്തു വരാണ്. ഈ കട എങ്ങനെയുണ്ട് മാഡം, പറയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഹീറോയിന്റെ സുഹൃത്ത് ഈ കടയിലെല്ലാം നല്ലതാണ്, മതിയോ എന്നൊക്കെ കളിയാക്കി ചോദിച്ചിട്ട് പോകാൻ തുടങ്ങുകയാണ്. അവരെ ഒന്ന് സംസാരിക്കാൻ വിട് എന്നവൻ പറയുന്നു. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇപ്പൊ സമാധാനായോ എന്ന് പറഞ്ഞ് അവരും വണ്ടിയെടുത്ത് പോവാണ്. ഹീറോയിന് സംസാരിക്കാൻ കഴിയില്ലെന്ന് ഹീറോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അടുത്ത ദിവസം അവരെ കണ്ട് സംസാരിക്കണമെന്ന് കരുതി ആ സെന്ററിന് പുറത്ത് കാത്തു നിൽക്കാണ്. നോക്കുമ്പോൾ ഹീറോയിൻ അന്ന് വന്നിട്ടില്ല. എന്താ ഹീറോയിൻ വരാത്തത് എന്നവൻ ചിന്തിക്കുന്നുണ്ട്. അടുത്ത 2 ദിവസവും ഹീറോയിൻ വന്നിട്ടുണ്ടായിരിക്കില്ല. ഇത് വിചാരിച്ച് ഹീറോ വിഷമിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം നോക്കുമ്പോൾ ഹീറോയിൻ സുഹൃത്തിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവൻ ബൈക്ക് നിർത്തി അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. 2 ദിവസം എവിടെയായിരുന്നു എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. നാട്ടിൽ പോയതായിരുന്നു എന്ന് സുഹൃത്ത് പറയുന്നു. എനിക്ക് ഹീറോയിനോടൊന്ന് തനിച്ച് സംസാരിക്കണം എന്നിവൻ പറയുന്നു. ആ സുഹൃത്ത് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഹീറോയിനെ അയക്കുന്നുണ്ട്. ഇവർ 2 പേരും കുറച്ച് മാറിയുള്ള ഒരിടത്തേക്ക് വരുന്നു. ഹീറോയ്ക്ക് ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാണല്ലോ. തനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ അവളോട് പറയുന്നു. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നൊക്കെ തിരിച്ചും ചോദിക്കുന്നുണ്ട്. അവരൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ്. ഇവനും ചെറുതായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഥ പ്രസന്റിലേക്ക് വരുന്നു. രംഗയുടെ ആളുകൾ ഹീറോ ജോലി ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട്. അവൻ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ടില്ലെന്ന് അറിയുന്നു. ഇതേക്കുറിച്ച് രംഗയോടും പറയുന്നു. അവൻ എവിടെയായാലും വിടരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് ആളുകളും വണ്ടിയെടുത്ത് പോവാണ്. തിരികെ കഥ പാസ്റ്റിലേക്ക് വരുന്നു. അവരൊന്നും പറയാതെ പോയതോർത്ത് ഇവൻ ഫീൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സങ്കടപ്പെട്ട് കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ആ സുഹൃത്ത് മരുന്ന് വാങ്ങാൻ വരുന്നത്. വന്നവരൊരു പേപ്പർ കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഹീറോയിൻ തരാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് ഈ പേപ്പർ കൊടുത്തത്. ഇവൻ ആ പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ തുടങ്ങുന്നു. സത്യത്തിൽ ഹീറോയിന്റെ മനസ്സുള്ള കാര്യങ്ങളാണ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. ഒരു ബോട്ടിൽ വന്ന അവർ വെള്ളത്തിൽ വീണ് മുങ്ങുമായിരുന്നു. മറ്റൊരു ബോട്ടിലാണ് ഹീറോ വന്നത്. കൈ കൊടുത്ത് ഒരുപാട് പേരെ രക്ഷിച്ചിരുന്നു. അങ്ങനെ രക്ഷിച്ചവരിൽ ഒരാളാണ് ഇവർ. എന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ്. ഇത് കണ്ട് ഹീറോയും ഒരുപാട് സന്തോഷിക്കുകയാണ്. ഇവർ 2 പേരും പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങിയല്ലോ.
അതുകൊണ്ട് ഇവർ നമ്പറുകൾ കൈമാറുന്നു. ഇടയ്ക്കിടെ നേരിട്ടും കാണാൻ തുടങ്ങുന്നുണ്ട്. ഇവർ പരസ്പരം സ്നേഹത്തോടെ പെരുമാറുന്നത് ഒരു പാട്ട് പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഹീറോയിനും സുഹൃത്തും എക്സാം എഴുതാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. ഇവൻ രാത്രി വന്ന് അവരെ ബസ് കയറ്റി വിടുന്നു. ഹീറോയിൻ നാട്ടിലെത്തിയ ഉടനെ ഹീറോയെ വിളിക്കണം എന്ന് കരുതുന്നുണ്ട്. നോക്കുമ്പോൾ കോള് പോകുന്നില്ല. അതുപോലെ ഹീറോയുടെ കയ്യിൽ നിന്നും കോള് വരുന്നില്ല. ഹീറോയുടെ കയ്യിൽ നിന്ന് കോൾ വരാത്തതുകൊണ്ട് ഒരുപാട് ഫീലും ചെയ്യുന്നുണ്ട്. അവൻ ജോലി തിരക്കിലായിരിക്കും, വെറുതെ ചിന്തിക്കാതിരിക്കുക എന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. എന്നാലും ഹീറോയിന് ഒരുപാട് സങ്കടമുണ്ട്. എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തുക എന്ന് ആലോചിക്കുകയാണ്. ഒടുവിൽ നാട്ടിൽ തിരിച്ചെത്തുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട്, എൻ്റെ ഫോൺ തകർന്നുപോയി, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞത്. ഇത് വിചാരിച്ച് അവൾ ഭയങ്കരമായി ഫീൽ ചെയ്തു എന്നൊക്കെ സുഹൃത്ത് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവരൊന്നും മിണ്ടാതെ തന്നെ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇവൻ അവരെയും കെട്ടിപ്പിടിച്ച് ഫീൽ ചെയ്യുന്നു. ഇവർ രണ്ടുപേരും റോഡിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഈശ്വറിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ കാണുന്നുണ്ട്. ഇത് ഈശ്വറിന്റെ ചെവിയിൽ എത്തിക്കണമെന്ന് കരുതി പതുക്കെ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മരുമകനെ ഞാൻ കണ്ടു എന്ന് പറയുന്നു. ഏത് മരുമകൻ എന്നൊക്കെ ഈശ്വർ ഷോക്കാവുന്നുണ്ട്. നടു റോഡിൽ ഒരു പയ്യനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മോൾ. അപ്പോൾ മരുമകനായിരിക്കും എന്ന് കരുതി എന്ന് അയാൾ കളിയാക്കി പറഞ്ഞിട്ട് പോവാണ്. ഇത് കാരണം അച്ഛന് മകളെക്കുറിച്ച് സംശയം വരുന്നു. മകൾ ആരോടോ പ്രണയത്തിലാണെന്ന് ചിന്തിക്കുന്നു. ഫോൺ നോക്കി ചിരിക്കുന്നത് കാണുമ്പോൾ അച്ഛൻ്റെ സംശയം കൂടാണ്. അടുത്ത ദിവസം ഇവർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോയ ആൾ കുറച്ച് മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ അവിടേക്ക് വരുന്നത്. മകളെ ബൈക്കിൽ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അച്ഛന് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഹീറോയുടെ പുറകെ പോവാണ്. മരുന്ന് തരാൻ വീട്ടിൽ വന്നത് ഇവനല്ലേ എന്നൊക്കെ ഇവിടെ വെച്ച് ചിന്തിക്കുകയാണ്. അതുപോലെ രംഗ പറഞ്ഞതും ഓർമ്മ വരുന്നു. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ എന്താ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കഥ പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പോൾ ഒരു കരാട്ട മാസ്റ്ററെ കാണിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് പോ എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞയക്കുകയാണ്. ഇയാളും ആ ഗ്രൂപ്പിൽ ഒരാളാണ്. രണ്ടാമത് മരിച്ചുപോയ ആളുടെ അമ്മ ഇയാൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അവൻ രാവിലെ പുറത്തു പോയതാണ്, ഇതുവരെ വന്നില്ല. അവിടെ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയൊന്നും വന്നില്ല അമ്മേ, ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് ഇയാളും പറയുന്നുണ്ട്. ഈ സമയം ഹീറോ പുറകിലൂടെ വന്ന് ഇയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇയാൾ രക്ഷപ്പെട്ട് ഓടണമെന്ന് കരുതി വേഗത്തിൽ ഓടുകയാണ്. ഓടിയ ഈ കരാട്ടെ മാസ്റ്റർ ഒരിടത്ത് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ വേഗത്തിൽ ഇവരുടെ ടീം ഹെഡിന് ഫോൺ ചെയ്യുന്നുണ്ട്. അവന്റെ പേര് ബാബു എന്നാണ്. ബാബു, അവർ രണ്ടുപേരും മിസ്സിംഗ് ആണ്, അവൻ എന്നെയും തിരയുന്നുണ്ട്, നിന്നെ എന്തെങ്കിലും ചെയ്തേക്കും, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ കണ്ടുപിടിച്ച് അവിടേക്ക് വരികയാണ്. ഇവിടെയുള്ള ഈ കരാട്ടെ മാസ്റ്ററുടെ കഥ അതിക്രൂരമായി അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ കഥ തിരികെ പാസ്റ്റിലേക്ക് വരികയാണ്. ഹീറോയിനെ വിട്ടിട്ട് പോയില്ലേ, അപ്പോഴും ഇയാൾ ഇവനെ തടുത്തു നിർത്തുന്നു. നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഹീറോ വേറെ ജാതിയിൽപ്പെട്ട ആളാണെന്ന് അച്ഛന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വറിന് ഈ പ്രണയത്തിൽ ഒട്ടും സമ്മതമില്ല. എന്നാലും ജോലിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഹീറോ ജോലിയെക്കുറിച്ച് പറയുന്നുണ്ട്. 15,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, അത് കുറവാണെന്ന് കരുതുകയാണെങ്കിൽ ഞാൻ മെഡിക്കൽ ഷോപ്പ് തുടങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അച്ഛൻ സമ്മതിക്കില്ല. നിന്റെ കുടുംബവും എൻ്റെ കുടുംബവും ചേരില്ല, ദയവ് ചെയ്ത് ഇനി എൻ്റെ മകളുടെ പുറകെ നടക്കരുത് എന്ന് പറഞ്ഞ് പോവാണ്. ഹീറോയിൻ പഠിക്കാനിരിക്കുകയാണ്. എന്നാൽ ഹീറോയുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ അവിടേക്ക് പെട്ടെന്ന് വരാണ്. പഠിക്കുമ്പോൾ എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത്, പഠിക്കാൻ മാത്രം നോക്കുക എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി കുറച്ച് ദൂരെ വെക്കുന്നു. അടുത്ത ദിവസം ഇവർ ക്ലാസ്സിന് പോകാൻ തുടങ്ങാണ്. അച്ഛൻ ഞാൻ തന്നെ കൊണ്ടുവിടാം, വണ്ടി കയറ് എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവർ രണ്ടുപേരെയും കാണാൻ അനുവദിക്കരുത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുന്നത് രംഗ കാണുന്നുണ്ട്. എന്താ ഈശ്വർ, എന്താണ് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്ത് തന്നെയായാലും പറ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹവും പറയാമെന്ന് കരുതി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്നു. വിഷമിക്കാതെ, ആ പയ്യനെ ഞാനൊന്ന് തട്ടാൻ പറയാം എന്ന് രംഗയും പറയുന്നുണ്ട്. രംഗയുടെ ആളുകളോട് ഈ കാര്യം പറയുന്നു. ഹീറോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ആളുകൾ തടുത്തു നിർത്തുന്നു. ഇനിമേൽ ആ പെണ്ണിന്റെ പുറകെ നടന്ന കൊന്നുകളയെന്ന് പറഞ്ഞ് ഹീറോയെ ഭയങ്കരമായി അടിക്കുന്നു. അതേസമയം രംഗ ആ അച്ഛനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇനി അവൻ പുറകെ വരില്ല, വിഷമിക്കേണ്ട എന്നും പറയുന്നു. അടുത്ത ദിവസം ഈശ്വർ മകളെ കൂട്ടിക്കൊണ്ടു പോവാണ്. വഴിയിൽ എവിടെയും ഹീറോയെ കാണുന്നില്ല. അവൻ പേടിച്ചു പോയെന്ന് തോന്നുന്നു എന്ന് കരുതി സന്തോഷിക്കുകയാണ്. ഇപ്പോൾ മകളെ ക്ലാസ്സിൽ വിട്ടിട്ട് പോവാൻ നോക്കുകയാണ്. കറക്റ്റായി ഹീറോ എതിരെ വന്ന് നിൽക്കുകയാണ്. എന്താ സാർ, നിങ്ങളുടെ മകളുടെ പുറകെ ഇനി വരില്ലെന്ന് കരുതിയോ? ജീവിച്ചാലും മരിച്ചാലും അവളുടെ കൂടെ തന്നെ ആയിരിക്കും എന്ന് ഹീറോ പറയുന്നു. ഇത് കേട്ട് ഈശ്വറിന് ദേഷ്യം വരികയാണ്. ഹീറോയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാമെന്ന് ചിന്തിക്കുന്നു. അച്ഛൻ കൂലിപ്പണിക്കാരനല്ലേ, റോഡിലിരുന്ന് മദ്യപിക്കുകയാണ്. എന്തേ ഈ മനുഷ്യൻ റോഡിലിരുന്ന് മദ്യപിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ എൻ്റെ മകളെ പുറകെ നടന്ന് സ്നേഹിക്കുകയാണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ മകനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നു. എൻ്റെ മകൻ തങ്കം പോലെയാണ് സർ, നിങ്ങളുടെ മകളെ വിശ്വസിച്ച് ഏൽപ്പിക്കാം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ അച്ഛന് താല്പര്യമില്ല. ജാതിയെക്കുറിച്ചെല്ലാം ഇവിടെ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കിടയിലും വഴക്കുണ്ടാവുന്നു. പരസ്പരം കോളറിലും പിടിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഹീറോയിൻ്റെ അച്ഛൻ ഇയാളെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഹീറോയുടെ അച്ഛന് ഒരുപാട് വിഷമാവുന്നുണ്ട്. അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്കും വരുന്നു. ഹീറോയുടെ അച്ഛന് വയ്യാതിരിക്കുകയാണെന്ന് അറിഞ്ഞ് ഹീറോ അവിടേക്ക് ഓടി വരാണ്. ഇപ്പോൾ അച്ഛന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അച്ഛനിലൂടെ അവൻ മനസ്സിലാക്കുന്നു. ഹീറോയിന് ഒരു മുറച്ചെറുക്കനുണ്ട്. ഹീറോയിൻ്റെ അച്ഛൻ വരാൻ പറഞ്ഞതുകൊണ്ട് അവനും വീട്ടിൽ കാത്തിരിക്കുകയാണ്. ഹീറോയിൻ അവൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നാണ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനെ അവൻ കുറച്ച് മോശമായി നോക്കുന്നു. അപ്പോഴാണ് ഹീറോയിൻ്റെ അച്ഛൻ വരുന്നത്. ഇപ്പോൾ സാധാരണ പോലെ അവനോട് സംസാരിക്കാൻ തുടങ്ങാണ്. ഇവർക്കിടയിൽ സ്വത്ത് തർക്കമൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ മകളെ നീ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു.
എനിക്ക് ഓക്കെയാണ് മാമ, പക്ഷെ അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല. സ്വത്തിന്റെ പ്രശ്നം വേറെ ഉണ്ടല്ലോ, അതേക്കുറിച്ച് ആലോചിക്കും എന്ന് ആ പയ്യൻ പറയുന്നു. എൻ്റെ മകളെ തന്നെ നിനക്ക് തരുന്നു, എന്നിട്ടാണോ സ്വത്ത് തരാത്തത്? സ്വത്തും നിനക്ക് തന്നെ, നീ ഭക്ഷണം കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഹീറോയിൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ റൂമിലേക്ക് വരുന്നു. പെട്ടെന്ന് ഹീറോയിനെ കെട്ടിപ്പിടിച്ച് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. എന്താണ് ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ച് ഇവർ കർണത്തടിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ അവസാനം സ്വത്ത് തരാൻ തീരുമാനിച്ചു, അതുകൊണ്ടാണ് ഇത്രയും നാൾ അവനോട് കിണഞ്ഞ് അഭിനയിച്ചത്. നിന്നെ കല്യാണം കഴിച്ചാൽ എനിക്ക് സ്വത്ത് കിട്ടും, സ്വത്ത് കിട്ടിയാൽ ഓരോ ദിവസവും നിനക്ക് നരകം കാണിച്ചു തരാം, നിന്നെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അവൻ സംസാരിച്ചൊക്കെ ഓർത്ത് ഹീറോയിൻ അവിടെ ഇരുന്ന് ഭയങ്കരമായി ഫീൽ ചെയ്ത് കരയാണ്. എൻ്റെ അച്ഛൻ എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്, നമുക്ക് കാണണമെന്ന് ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ഹീറോയും ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിൻ അടുത്തുള്ള ഉത്സവം വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അമ്മയും ശരി, അച്ഛൻ വരുന്നതിന് മുമ്പ് വരണം എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ഉത്സവത്തിൽ വെച്ച് കാണാൻ വേണ്ടിയാണ് വരുന്നത്. ഹീറോയിൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല, കാരണം അവിടെ ബഹളം കൂടുതലാണ്. അതുകൊണ്ട് ഹീറോ കുറച്ച് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കുറച്ച് മാറി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബാബു യൂറിൻ പാസ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. അടുത്തടുത്ത് തന്നെയാണ് ബാബുവിന്റെ സുഹൃത്തുക്കളിരുന്ന് മദ്യപിക്കുന്നത്. ഇപ്പോൾ ആ സുഹൃത്തുക്കൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഇവന്മാർ 4 പേരും ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കും. അതുപോലെ വില കൂടിയ മദ്യം വരുത്തി ഒളിച്ചിരുന്ന് കഴിക്കും. ഒരുത്തനാണെങ്കിൽ പോൺ വീഡിയോസ് കണ്ട് ഉടനെ വേശ്യയെ വരുത്തണമെന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ വരാൻ കഴിയില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇതുകൊണ്ട് അവൻ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു പെണ്ണ് വേണം എന്നൊക്കെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. ഇതെല്ലാം ബാബുവും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്, ആ പെണ്ണിനെ പൊക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെ പൊക്കാൻ ഇവരെല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ ഹീറോയെയും ഹീറോയിനെയും കാണിക്കുന്നു. വിഷമിക്കാതെ പെട്ടെന്ന് വന്ന് നിന്റെ അച്ഛനോട് ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ് അവളും സമ്മതിക്കുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ഗ്രൂപ്പ് വന്ന് തലയിലടിക്കുന്നു. അവരുടെ മുഖം മറച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആരാണ് അടിച്ചതെന്ന് അവർക്ക് അറിയില്ല. ഇപ്പോൾ രണ്ടുപേരെയും മയക്കി വേഗത്തിൽ ഇവിടേക്ക് വലിച്ചുകൊണ്ടുവരുന്നു. ഇവർ രണ്ടുപേരും മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാണ്. എന്നാൽ ഇവന്മാർ 4 പേരും മുഖം മൂടിയിരിക്കുകയാണ്. ഇവരാരാണെന്ന് ഇവർക്കറിയില്ല. ആ 4 പേരും ചേർന്ന് ഹീറോയിനോട് മോശമായി പെരുമാറുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഹീറോയിൻ കഷ്ടപ്പെടുന്ന കണ്ട് ഹീറോ അവിടെ നിന്ന് ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. 4 പേരും റേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊല്ലണമെന്ന് വിചാരിക്കുകയാണ്. ദയവ് ചെയ്ത് കൊല്ലരുത് എന്നൊക്കെ ഹീറോ കെഞ്ചി ചോദിക്കുന്നു. അപ്പോൾ ഈ മദ്യം കുടിക്കുക എന്ന് പറഞ്ഞ് മദ്യം കുടിപ്പിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ഇവ മദ്യം കുടിക്കുന്നുണ്ട്. ഈ പെണ്ണിന്റെ കൂടെ ഇപ്പോൾ ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവൻ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. ഒന്നിച്ചിരിക്കാൻ പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഇവന്മാർ വീഡിയോ എടുത്ത് വെക്കുകയാണ്. ഇവിടെ നടന്ന കാര്യം മറന്നേക്ക്, ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചാൽ ഈ വീഡിയോ നെറ്റ് മുഴുവൻ പരക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ഹീറോയും മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ എടുത്തിടുന്നുണ്ട്. അതുപോലെ ഹീറോയിനെ എഴുന്നേൽപ്പിക്കുന്നു. നടന്ന കാര്യങ്ങൾ ഓർത്ത് ഹീറോയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവൻ സമാധാനിപ്പിച്ച് ഒരു വിധത്തിൽ വീട്ടിലേക്ക് അയക്കുന്നു. ഹീറോയ്ക്ക് സാധാരണ പോലെ ഇരിക്കാൻ കഴിയുന്നില്ല. നടന്ന കാര്യങ്ങൾ ഓർത്ത് ഭയങ്കരമായി കഷ്ടപ്പെടുന്നു. കട്ട് ചെയ്ത് ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിനും പുറത്തു പോവാതെ വീടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുകയാണ്. ഹീറോ ഫോൺ ചെയ്ത് സംസാരിക്കാൻ നോക്കിയാൽ ഹീറോയുടെ കോൾ പോലും അവരെടുക്കുന്നില്ല. ഭയങ്കരമായി ആ കാര്യങ്ങൾ ഓർത്ത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ 4 പേരുടെയും മുഖം ഇവർക്കറിയില്ല. കണ്ടുപിടിച്ച് പ്രതികാരം ചെയ്യാമെന്ന് വെച്ചാൽ പോലും ഹീറോയ്ക്ക് കഴിയുന്നില്ല. ആരാണെന്ന് പോലും അറിയാതെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫീൽ ചെയ്യുന്നു. ഹീറോയിന് ആ കാര്യങ്ങൾ മറക്കാൻ കഴിയുന്നില്ല. ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. ഹീറോയ്ക്ക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. 2 പേരെയും അവർ വലിച്ചുകൊണ്ട് പോയില്ലേ, അപ്പോൾ ഒരുത്തന്റെ പാൻറിൽ നിന്ന് എന്തോ കിട്ടിയതുപോലെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. ആ സ്ഥലത്ത് പോയി തിരഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ അവർ വലിച്ചുകൊണ്ട് പോയ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമെന്ന് തിരയുന്നുണ്ട്. അങ്ങനെ തിരയുമ്പോഴാണ് ഒരു കാർഡ് കിട്ടുന്നത്. ആധാർ കാർഡാണ് കിട്ടുന്നത്. ഇതുവഴി ഒരുത്തന്റെ അടയാളം അവന് മനസ്സിലാവുന്നു. ഇവൻ അവൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിന്റെ സുഹൃത്തിന്റെ ഫോൺ കോൾ വരുന്നത്. ഹീറോയിൻ ഒരുപാട് സങ്കടത്തിലാണ്. നിങ്ങൾ വന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നു. ശരി, ഞാൻ വന്ന് സംസാരിക്കാമെന്ന് ഇവനും പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിനെ കണ്ട് സംസാരിക്കാനാണ് ഇവൻ വരുന്നത്. ഹീറോയിൻ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്, എനിക്ക് ആരാണിത് ചെയ്തതെന്ന് മനസ്സിലായി, അവർക്ക് നിയമപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാം എന്ന് പറയുന്നു. നമ്മൾ അതിന് ശ്രമിച്ചാൽ അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ലീക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് തന്നെയാണ് പ്രശ്നം. നമുക്കിവിടെ നിന്ന് എവിടെയെങ്കിലും ദൂരേക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്ത് പറയുന്നോ അതുപോലെ നമുക്ക് ചെയ്യാം, പക്ഷെ എടുത്തു ചാടി തെറ്റായ തീരുമാനം മാത്രം എടുക്കരുത് എന്ന് പറയുന്നു. ഇപ്പോൾ കെട്ടിപ്പിടിച്ച് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ കഥ പ്രസന്റിലേക്ക് വരുന്നു. ആ ബാബു ഒരു സ്ഥലത്ത് വന്ന് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ അവനെ ഫോളോ ചെയ്ത് ഹീറോ വന്നിട്ടുണ്ടായിരുന്നു. വേഗത്തിൽ ആക്രമിക്കാൻ വേണ്ടി ഓടി വരികയാണ്. എന്നാൽ ബാബുവിന് ചുറ്റും ബാബുവിന്റെ ആളുകളുണ്ട്. പെട്ടെന്ന് വന്ന് ഹീറോയെ ലോക്ക് ചെയ്യാണ്. കിട്ടിയല്ലോടാ എന്ന് പറഞ്ഞ് ബാബുവും ഹീറോയെ അടിക്കുന്നു. പക്ഷെ ഹീറോ അതെല്ലാം തടുത്തു നിർത്തി എല്ലാവരെയും അടിക്കുന്നു. ഇപ്പോൾ ബാബുവിനെയും ഇവിടെയിട്ട് ഭയങ്കരമായി അടിക്കുന്നുണ്ട്. മറ്റു റൗഡികളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോവാണ്. ബാബുവിനെ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കത്തിയെടുത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ വരികയാണ്. ഈ സ്ഥലത്താണ് ബാബു എന്ത് ചെയ്തതെന്ന് നമ്മളെ കാണിക്കുന്നത്. സത്യത്തിൽ അവർ 4 പേരും പോയില്ലേ, അതിൽ ബാബു മാത്രം ഹീറോയിന്റെ നമ്പർ അറിയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിന്റെ ഫോണിൽ നിന്ന് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു.
അടുത്ത കുറച്ച് ദിവസത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഹീറോ സമാധാനിപ്പിച്ചു പോയില്ലേ. അന്ന് രാത്രി നടന്ന കാര്യം നമ്മളെ കാണിക്കുന്നു. ആ വീഡിയോ ഹീറോയിന് അയച്ചു കൊടുക്കുന്നു. ഹീറോയിൻ ആകെ ഷോക്കായി പോവാണ്. നീ ഉടനെ ഇവിടേക്ക് വരണം, അങ്ങനെ വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ പരത്തും, അതുകൊണ്ട് വരണം എന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹീറോയോട് പറയാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതിന് പോലും അവൻ സമയം കൊടുക്കുന്നില്ല. ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഞാനിത് പരത്തും എന്നൊക്കെ തുടർച്ചയായി വോയിസ് നോട്ട് അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് അവൾക്ക് ഒരുപാട് ഭയമാവുന്നുണ്ട്. മരിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്നു. അടുത്തുള്ളൊരു കത്തിയെടുത്ത് ഇവരുടെ കൈ ഇവർ മുറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് നോക്കുന്ന ഈശ്വർ തെറ്റിദ്ധരിച്ചു. ഹീറോയാണ് എന്തോ ചെയ്തത്, അതുകൊണ്ടാണ് മകൾ മരിച്ചതെന്ന് കരുതി. അതുകൊണ്ടാണ് ഹീറോയോട് ദേഷ്യപ്പെട്ടത്. ഇപ്പോൾ പ്രസന്റിൽ ഹീറോ ഇവനെ ക്രൂരമായി ഇവിടെ വെച്ച് കൊല്ലാണ്. ആകെ മൊത്തത്തിൽ ബന്ധപ്പെട്ട് 4 പേരെയും ഇവൻ കൊല്ലുന്നുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളെ കണ്ട് ഈ വീഡിയോ എല്ലാം അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതുപോലെ സുഹൃത്തുക്കൾ ഹീറോയിൻ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അവരെ അടക്കം ചെയ്യുന്നതിന് മുമ്പ് കാണണം എന്ന് പറഞ്ഞ് ഇവൻ വേഗത്തിൽ ശ്മശാനത്തിലേക്ക് വരുന്നു. ആ സ്ഥലത്ത് രംഗയും ആളുകളും ഉണ്ട്. ഇവിടെ വരെ നീ വന്നല്ലോ, വിടരുതെന്ന് രംഗ പറയുന്നുണ്ട്. ഇപ്പോൾ രംഗയുടെ ആളുകളും ഹീറോയെ തടഞ്ഞ് വഴക്കിടുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ സുഹൃത്തുക്കൾ വന്ന് ഹീറോയെ പോകാൻ വിടണം എന്ന് പറഞ്ഞ് ഇവരെ തടഞ്ഞ് വഴക്കിടുന്നുണ്ട്. ഇപ്പോൾ ഹീറോയും കഷ്ടപ്പെട്ട് അവരെ കാണാൻ വേണ്ടി ഓടി വരികയാണ്. ആ സ്ഥലത്ത് അച്ഛൻ അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഹീറോയെ തുറിച്ചു നോക്കുന്നുണ്ട്. ഹീറോ അതെല്ലാം ശ്രദ്ധിക്കാതെ സങ്കടത്തോടെ ഹീറോയിനെ കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് കത്തിയെടുത്ത് സ്വയം കഴുത്തറുത്ത് താഴെ വീഴുന്നു. എന്താ ഇവൻ സ്വയം കഴുത്തറുത്തത് എന്ന് പറഞ്ഞ് അച്ഛൻ ഷോക്കാവുന്നുണ്ട്. ഹീറോയും കുറച്ചായി അവിടെ മരിക്കുകയാണ്. എന്താ ഇവൻ സ്വയം കഴുത്തറുത്തത് എന്ന് രംഗയും ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയുടെ മേൽ തെറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. 2 ദിവസം കഴിഞ്ഞ് നടക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഹീറോയുടെ സുഹൃത്തുക്കൾ ഹീറോ റെക്കോർഡ് ചെയ്ത ഫൂട്ടേജ് എല്ലാം ഈശ്വറിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈശ്വറും സിസ്റ്റത്തിലിട്ട് ആ ഫൂട്ടേജ് കാണാൻ തുടങ്ങുന്നു. ഹീറോ കൊല്ലുന്നതിന് മുമ്പ് എന്താണ് ചെയ്തതെന്ന് പറയ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചെയ്ത തെറ്റിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് 4 പേരെയും കൊന്നത്. 4 പേരെയും കൊന്നതിന് ശേഷം ഹീറോയും അച്ഛനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എൻ്റെ തെറ്റുണ്ട്, ഞാൻ ഹീറോയിനെ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു, എന്നോട് ക്ഷമിക്കണം സർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിച്ചാലും മരിച്ചാലും ഹീറോയിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളെ പിരിക്കാനും കഴിയില്ല എന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഹീറോ പറഞ്ഞത് അച്ഛൻ്റെ മൈൻഡിലൂടെ പോകുന്നു. ഇപ്പോൾ അച്ഛനും മുകളിലേക്ക് പോയി ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.